500 വർഷത്തെ കാത്തിരിപ്പ്, നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് സാർത്ഥകമായ നിമിഷം. രാംലല്ല മിഴി തുറന്നു. ആദ്യ ദർശനമേകി ഭക്തർക്ക്. 500 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ, വിശ്വാസികളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ശുഭപര്യവസാനം ഉണ്ടായിരിക്കുന്നു. ഒരു പ്രൗഢാന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. പ്രൗഢമായ ധന്യമായ മുഹൂർത്തം ഉണ്ടായിരിക്കുന്നു. രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു. ആദ്യ ദർശനം നൽകി കഴിഞ്ഞു ഭക്തർക്ക്. ആദ്യ ദർശനം നൽകി അയോധ്യയുടെ കാത്തിരിപ്പ്, അവിശ്വാസികളുടെ കാത്തിരിപ്പിന് ഒരു പൂർണ്ണതയുണ്ടായിരിക്കുന്നു. എന്തായാലും ഏറെ നാളത്തെ വാദപ്രതിവാദങ്ങളും വിശ്വാസങ്ങളും മതങ്ങളുടെയും ഒക്കെ സംഗമ ഭൂമിയായി മാറി ഒടുവിലൊരു കാത്തിരിപ്പിന് ശേഷം, വലിയ രീതിയിലുള്ള കാത്തിരിപ്പുകൾക്ക് ശേഷം, നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമൊക്കെ ബാലശ്രീരാമൻ അയോധ്യയിൽ ആദ്യ ദർശനം നൽകിയിരിക്കുന്നു. എന്നാലും ഇവിടെ പൂന്താനം ഇടത്തുപറ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ടുഡേ ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരു ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യമായി കഴിഞ്ഞു നമ്മുടെ നാട്. കാത്തിരുന്ന ഒരു മുഹൂർത്തം സാർത്ഥകമായി. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അസുലഭ മുഹൂർത്തം, ഇതിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായിട്ട് കാണുകയാണ്. വളരെ വളരെ സന്തോഷം. ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ചും എല്ലാവരും ഇത്തരത്തിലുള്ള വലിയൊരു മുഹൂർത്തത്തിന് 500 വർഷങ്ങൾക്ക് ശേഷം, 500 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സംഭവിച്ച ആ ധന്യമുഹൂർത്തത്തിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൻ്റെ 500 വർഷത്തിന് ശേഷം ആ ഒരു ധന്യമുഹൂർത്തത്തിന് പങ്കാളികളാവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് രാമഭക്തന്മാർ. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഓരോരുത്തരുടെയും പ്രതികരണം അറിയേണ്ടതുണ്ട്. വലിയൊരു ധന്യമുഹൂർത്തത്തിന്, കാത്തിരിപ്പുകളുടെ ഒരു ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. 2024 തുടക്കത്തിൽ തന്നെ അതിന് സാധിച്ചു എന്നാണ്. ഇതൊരു എന്താ പറയുക, അവിശ്വസനീയമായൊരു മുഹൂർത്തം. അല്ലെങ്കിൽ ഓരോരുത്തരും ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവമാക്കി മാറ്റി. ഇതിപ്പോൾ അങ്ങാടിപ്പുറത്ത് തളി ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. എടത്തുപുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് അമ്മമാരായാലും അതുപോലെ എല്ലാവരും ഒരു കാത്തിരുന്ന മുഹൂർത്തം. ഒരുപാട് സന്തോഷം. എല്ലാവരും ആനന്ദ കണ്ണീരടക്കം ഇതിൽ കാണാം ഓരോരുത്തരുടെ. അത്രയ്ക്കൊരു ആത്മബന്ധം രാമനോടും ശ്രീകൃഷ്ണനോടും, അങ്ങനെ നമ്മളുടെ ശിവനായാലും രാമനോടുള്ള ഒരു പ്രണയം തന്നെ ഇന്നിവിടെ എല്ലാവരും കണ്ടു. തീർച്ചയായും ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ അളവറ്റ ധാരധാരയായി ഒഴുകുന്ന ഒരു മുഹൂർത്തം, ഭക്തിയും വിശ്വാസവും ഒക്കെ ധാരയായി ഒഴുകുന്ന ഒരു വലിയൊരു ധന്യമുഹൂർത്തം. ആ ഒരു ധന്യമുഹൂർത്തത്തിൻ്റെ ഭാഗമാവുകയാണ് ഇവിടെ പ്രൊജക്ടറിലൂടെയൊക്കെ. ആ ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ഇടത്തുപുറം ശ്രീകൃഷ്ണ ക്ഷേത്ര ഹാളിൽ വെച്ച പ്രൊജക്റ്റിലൂടെ ഈ ഭക്തരും ആ ഒരു ചടങ്ങുകളുടെ ഭാഗമാവുകയാണ്. ദീപം തെളിയിച്ചും മധുരം കഴിച്ചുമൊക്കെ ആ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ആഘോഷമാക്കി മാറ്റുകയാണ്. നീണ്ട 500 വർഷത്തെ കാത്തിരിപ്പ് ഇവിടെ സാർത്ഥകമായിരിക്കുകയാണ്. 500 വർഷത്തെ കാത്തിരിപ്പ് ഇവിടെ സാർത്ഥകമാവുന്നു. നൂറ്റാണ്ടുകളുടെ നിയമ പോരാട്ടത്തിനൊടുവിൽ അയോധ്യ ഭൂമിയിൽ ശ്രീരാമ ബാലകന്റെ പ്രാണപ്രതിഷ്ഠ നടന്ന് ഭക്തർക്ക് രാംലല്ല ആദ്യ ദർശനമേകി കഴിഞ്ഞു. അതിൻ്റെ ഒരു മുഹൂർത്തത്തിലാണ്, ആ ധന്യ മുഹൂർത്തത്തിലാണ് ഇവിടെ ഭക്തരുമൊക്കെ ആഘോഷമാക്കി മാറ്റുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാമഭക്തിയും പ്രണയവും വിശ്വാസവും ഒക്കെ സംഗമിക്കുന്ന ഒരു ഭൂമിയായി മാറിക്കഴിഞ്ഞു ഭാരതം. അഭിമാനത്തോടു കൂടി നിൽക്കുകയാണ്. എന്നാണ് ഈ ഒരു വേളയിൽ നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്ന് കർസേവയ്ക്ക് പോയിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ആദരിക്കലാണ് അടുത്ത പരിപാടി. ഇടത്തുപുറം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കൊരു അഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ്. ലോകം മുഴുവൻ ഇന്ന് അയോധ്യയിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാൻ ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്കൊരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. ഇതിന് നന്ദി പറയുന്നു. തീർച്ചയായും വലിയൊരു മുഹൂർത്തത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് ഈ നാട്ടുകാരായ ജനങ്ങൾ. എല്ലായിടത്തും പുറത്തുള്ളവരായിക്കോട്ടെ ഇന്ത്യക്കകത്തുള്ളവരായിക്കോട്ടെ എല്ലാവരും അയോധ്യയിലേക്ക് മിഴികൾ നട്ടു നിൽക്കുന്ന മുഹൂർത്തമായിരുന്നു. ആ മുഹൂർത്തത്തിലേക്ക് ഇവിടെ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ സജ്ജീകരിച്ച് ആ ചടങ്ങിൻ്റെ ഭാഗമാവുകയാണ്. എല്ലാവരും ആ ഒരു ധന്യ മുഹൂർത്തത്തെ ഹൃത്തിലേറ്റുകയാണ്. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ബാലക രാമൻ മിഴി തുറന്ന ആ മുഹൂർത്തം ഹൃത്തിലേറ്റാനുള്ള കാത്തിരിപ്പായിരുന്നു. രാമൻ പ്രതിഷ്ഠിതനായി ആ ചടങ്ങുകളുടെ ഭാഗമാകാനുള്ള കാത്തിരിപ്പിലായിരുന്നു. രാംലല്ല ആദ്യ ദർശനം ഭക്തർക്ക് നൽകി കഴിഞ്ഞു. അത് ഇവിടെ ഇരുന്നും ആ ഒരു ചടങ്ങിന്റെ ഭാഗമായി കഴിഞ്ഞു. ഓരോരുത്തരും ഭാഗമായി കഴിഞ്ഞു.
എന്നാലും പൂന്താനം ഇടത്തുപുറ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ടുഡേ ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ച് കരസേവകനായ ഒരാളെ ഈ ചടങ്ങിന്റെ ഭാഗമായി ആദരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ആദരവ് കൈമാറും, അദ്ദേഹത്തിനുള്ള ആദരം കൈമാറും. എന്നാലും ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി അങ്ങ് അയോധ്യയിൽ ആ ചടങ്ങുകളുടെ ഭാഗമാകുന്നു. ഒപ്പം ഇവിടെ ഇരുന്ന ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ്, ഹൃത്തിലേറ്റുകയാണ്. ഈ ഒരു നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകളുടെ മഹാഭാഗ്യമായി കണ്ട് ആ ബാലകരാമൻ മിഴി തുറന്ന കാഴ്ചയെ അതുപോലെ ഭക്തിയാദരപൂർവ്വം ഹൃത്തിലേറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ ആ ഒരു ഭാഗമാവുകയാണ്, ആ ദൃശ്യങ്ങളുടെ ഭാഗമാവുകയാണ്. പൂന്താനം ഇടത്തുപുറം ശ്രീകൃഷ്ണ ഹാളിൽ ഇടത്തുപുറം ദേശത്തുള്ള ഗ്രാമവാസികളെല്ലാം ആ ഒരു ചടങ്ങിന്റെ ആ പുണ്യ പ്രൗഢ അന്തരീക്ഷം ഹൃത്തിലേറ്റാനുള്ള കാത്തിരിപ്പിലായിരുന്നു, ദീർഘനാളത്തെ കാത്തിരിപ്പിലായിരുന്നു. അത് സാർത്ഥകമായ സന്തോഷത്തിലാണ് ഓരോരുത്തരും ഇവിടെ. ദീപം തെളിയിച്ച ഈ ചടങ്ങുകളുടെ ഭാഗമാവുകയായിരുന്നു. അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമാവുകയായിരുന്നു. ഇടത്തുപുറം ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ ടുഡേ ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ കാത്തിരുന്ന മുഹൂർത്തം, രാജ്യം ഉറ്റുനോക്കിയ മുഹൂർത്തം, രാമഭക്തൻ ഉറ്റുനോക്കിയ മുഹൂർത്തം, 500 വർഷത്തെ വിശ്വാസികളുടെ കാത്തിരിപ്പാണ് ഇന്ന് സാർത്ഥകമായത്. ഈ പുതുവർഷത്തിൽ സാർത്ഥകമായത് 500 വർഷത്തോളം കാത്തിരുന്ന കാത്തിരിപ്പ് വലിയ രീതിയിൽ സാർത്ഥകമായി പുണ്യമായി ധന്യമായ ധന്യമുഹൂർത്തത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. शुचिता पर चलना है यानी पवित्रता होनी चाहिए, शुचिता पर चलना है यानी पवित्रता होनी चाहिए. पवित्रता के लिए अपने को रोकना है, सब अपनी इच्छाएं, सब अपने को रोकना है, सब अपनी इच्छाएं, सब अपने मत, सब अपनी बातें, अन्यों की भी पत्नी ही ऐसा, अन्यों की भी इच्छाएं तो भी अन्यों की, और इसलिए अपने आप को संयम में रखते हैं. तो सारे लिए अपने आप को संयम में रखते हैं, जीवित रखे. तो सारी पृथ्वी सब मानवों को जीवित रखेगी. फॉर गांधी जी कहते थे अर्थ है enough cannot satisfy everyone's greed. It cannot नहीं करना, संयम में रहना और अनुशासन लोभ नहीं करना, संयम में रहना में अनुशासित और अनुशासन का पालन करना. अपने जीवन में कुटुंब में अनुशासन रहना, अपने कुटुंब में अनुशासन रहना, अपने समाज में अनुशासन रहना. निवेदिता कहती थी सामाजिक जीवन में अनुशासन का पालन करना, भगिनी संवेदना रखना और नागरिक अनुशासन. स्वतंत्र देश में नागरिक देशभक्ति का रूप, संवेदना रखना और नागरिक जीवन में पवित्रता आती है. यही देशभक्ति का तो मूर्तिमान उदाहरण आपके सामने. इससे जीवन में पवित्रता आती है. व्यक्तिगत तपस तो हम करेंगे, सामूहिक മണിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിലും ഈ ശ്രീരാമ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമാകാനായി നിരവധി ഭക്തർ എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇനി ടുഡേ ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രാണപ്രതിഷ്ഠ 500 വർഷത്തെ കാത്തിരിപ്പ്, വിശ്വാസികളുടെ കാത്തിരിപ്പ് സാർത്ഥകമാകുന്നതിന്, ആ ഒരു മുഹൂർത്തത്തിന്റെ ഭാഗമാകുന്നതിനായിട്ട് വിശ്വാസികൾ വിവിധ ക്ഷേത്രങ്ങളിലും വിവിധ ഹാളുകളിലും ഒക്കെ ഈ ഒരു സ്ക്രീനുകൾക്ക് മുൻപിൽ ആ ഒരു അയോധ്യയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയം ഹൃത്തിലേറ്റുന്നതിനായിട്ട്, ആ ഒരു തത്സമയം ആ ചടങ്ങുകളുടെ ഭാഗമാകുന്നതിനായിട്ട് നിരവധി ഇടങ്ങളിൽ വിശ്വാസികൾ സംഗമിക്കുന്നു. അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ടുഡേ ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 100 വർഷത്തെ കാത്തിരിപ്പ്, ബാലകരാമന്റെ പ്രതിഷ്ഠ, പ്രാണപ്രതിഷ്ഠ അയോധ്യയിൽ നടന്നു കഴിഞ്ഞു. ആ ചടങ്ങുകളുടെ ഭാഗമായി കഴിഞ്ഞു. വിശ്വാസികൾ ഇങ്ങ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, അയോധ്യയിലേക്ക് രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാമപ്രജകൾ വിശ്വാസപൂർവ്വം കാത്തിരിക്കുകയായിരുന്നു. ഈ ഒരു മഹത്തായ പ്രൗഢമായ ചൈതന്യം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ ആ ഒരു മുഹൂർത്തത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പ്, നിയമ പോരാട്ടങ്ങൾ, വർഷങ്ങൾ നീണ്ട, നൂറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ആ ഒരു കാത്തിരിപ്പ് സാർത്ഥകമായ ദിവസമാണ്. ആ ഒരു കാത്തിരിപ്പ് സാർത്ഥകമായ നിമിഷമാണ്. ആ നിമിഷത്തിൻ്റെ ഭാഗമാവുകയാണ് വിശ്വാസികൾ. വിവിധയിടങ്ങളിൽ ഈ വിശ്വാസികൾ ഈ ചടങ്ങുകൾ വലിയ സ്ക്രീനുകളിലൂടെയും മറ്റും കണ്ട് അതേസമയം രാമനാമ ജപത്തോടു കൂടിയിട്ട് ആ ചടങ്ങുകളുടെ ഭാഗമാവുകയാണ്. ഭക്തി ആദരപൂർവ്വം ആ ചടങ്ങുകൾ ഹൃത്തിലേറ്റുകയാണ്. അവരുടെ ജീവിതത്തിലെ വലിയ പുണ്യമായി കണ്ട് ആ ഒരു ചടങ്ങുകളുടെ ഭാഗമായി ചേർന്നിരിക്കുകയാണ് ഭക്തർ ഒന്നടങ്കം, വിശ്വാസികൾ ഒന്നടങ്കം, രാമപ്രജകൾ ഒന്നടങ്കം ഈ ചടങ്ങുകളുടെ ഭാഗമാകുന്നു.
രാമപ്രജകൾ, വിശ്വാസികൾ അവരുടെ ഒരു പുണ്യമുഹൂർത്തത്തിന് വേണ്ടി കാത്തിരുന്ന ദിവസമാണ്. വർഷങ്ങളോളം കാത്തിരുന്നു, നൂറ്റാണ്ടുകളോളം കാത്തിരുന്നു. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ആ ഒരു പുണ്യ മുഹൂർത്തം, ധന്യമുഹൂർത്തം സാർത്ഥകമായി. ആ ഒരു മുഹൂർത്തത്തിൻ്റെ ഭാഗമാവുകയാണ്. വലിയ രീതിയിൽ വിശ്വാസികൾ തത്സമയം അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വലിയ സ്ക്രീനുകളിലൂടെ തത്സമയം ഭക്തർ ആ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമാകുന്നു. വിവിധയിടങ്ങളിൽ അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വിശ്വാസികളുടെ വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാം. എല്ലാവരും രാമചൈതന്യത്തെ ഹൃത്തിലേറ്റാനുള്ള ആ ഒരു മുഹൂർത്തം, സാർത്ഥകമായ മുഹൂർത്തത്തിൻ്റെ ഭാഗമാവുകയാണ്. എല്ലാവരും ആ ഒരു ചടങ്ങുകളുടെ ഭാഗമാകുന്നു. വിവിധയിടങ്ങളിൽ അങ്ങാടിപ്പുറത്ത് തന്നെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ ഈ ഒരു ചടങ്ങുകൾക്ക് വീക്ഷിക്കാനുള്ള സൗകര്യം ഭക്തർക്കായി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ടുഡേ ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാമപ്രതിഷ്ഠ, രാംലല്ലയുടെ പ്രതിഷ്ഠ, പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമാകാൻ വിശ്വാസികൾ വലിയ രീതിയിൽ സംഗമിച്ചിരിക്കുന്നു. അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാംലല്ല ആദ്യ ദർശനം ഭക്തർക്ക് നൽകിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമാവുകയാണ് ഇവിടെ ഈ ഭക്തജനങ്ങൾ ഭക്തി ആദരപൂർവ്വം രാമനാമ ജപത്തോടു കൂടിയിട്ട് ഈ ചടങ്ങുകളുടെ ഭാഗമാവുകയാണ്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞു. ലോകം ഉറ്റുനോക്കി, സംസ്ഥാനം ഉറ്റുനോക്കുന്നു, വിശ്വാസികൾ ഉറ്റുനോക്കുന്നു. എല്ലാവരുടെയും കണ്ണ് അയോധ്യയിലേക്കാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ആ ഒരു ചടങ്ങുകളുടെ ഭാഗമാകാനായിട്ട് ഭക്തർ തയ്യാറായി കഴിഞ്ഞു. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് സാർത്ഥകമായി കഴിഞ്ഞു. നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിനൊടുവിൽ ആ ഒരു ചടങ്ങുകൾക്ക് ഭാഗമാകാൻ വിശ്വാസികൾക്ക് സാധിച്ചു, രാമപ്രജകൾക്ക് സാധിച്ചു. വനവാസത്തിനൊടുവിൽ 500 വർഷത്തെ വനവാസത്തിനൊടുവിൽ രാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസമായി കൊണ്ടാടുകയാണ് ഇന്ന്. ഈ ധന്യമുഹൂർത്തത്തിൻ്റെ ഭാഗമാവുകയാണ്. ഈ പുതുവത്സരത്തിൽ വിശ്വാസികൾ, രാമപ്രജകൾ ഭക്തി ആദരപൂർവ്വം ആ ഒരു ചടങ്ങുകളുടെ ഭാഗമാകുന്നു. വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ സംഗമ ഭൂമിയായി ഈ വിശ്വാസ കേന്ദ്രങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഭക്തർ വലിയ രീതിയിൽ ഈ ഒരു മുഹൂർത്തത്തിൻ്റെ ഭാഗമാകുന്നു. അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തർ പ്രാർത്ഥനാപൂർവ്വം ആ ചടങ്ങുകളുടെ ഭാഗമാവുകയാണ്. ഇവിടെ പ്രാർത്ഥനയോടുകൂടിയിട്ട് ഭക്തി ആദരപൂർവ്വം ആ ചടങ്ങുകളുടെ ഭാഗമാകുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ടുഡേ ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കണ്ണുകളും അയോധ്യയിലേക്കാണ്. കേരളത്തിലും വലിയ പ്രൊജക്റ്റുകളിലൂടെ ആ ഒരു പുണ്യ മുഹൂർത്തം, ആ ഒരു പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തം കാണുവാനായിട്ട് ഭക്തർ ലോകമെങ്ങും അയോധ്യയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഇവിടെ ഈ തളി മഹാദേവ ക്ഷേത്രത്തിലും ഭക്തർ വലിയ പ്രൊജക്റ്റുകളിലും TV സ്ക്രീനുകളിലൂടെയും ആ ഒരു പുണ്യമുഹൂർത്തത്തെ വിശ്വാസപൂർവ്വം ഭക്തി ആദരപൂർവ്വം ഹൃത്തിലേറ്റാനുള്ള ഒരു കാഴ്ച, ആ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമാകുന്നു. വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും പ്രാർത്ഥനകളുമൊക്കെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വലിയ ഭക്തിയിലും വിശ്വാസങ്ങളിലും കാത്തിരിപ്പിൻ്റെ ആ കാത്തിരിപ്പ് സാർത്ഥകമായ നിമിഷത്തിലേക്ക്, ആ ഒരു കാത്തിരിപ്പിൻ്റെ സാർത്ഥകമായ നിമിഷങ്ങളിലെ ഭാഗമാവുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ടുഡേ ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞു. നമുക്ക് ഭക്തർ അതെ, വളരെ സന്തോഷം, വളരെ സന്തോഷമാണ്. വളരെ സന്തോഷം. എല്ലാവരും വളരെയധികം കാത്തിരുന്നൊരു പ്രതീക്ഷയായിരുന്നു. എല്ലാം വളരെ നന്നായി. ഓക്കെ. ശ്രീരാമ രാമ രാം ശ്രീരാമ രാമ ശരണം രാമ രാം ശ്രീരാമചന്ദ്ര ചരണോ മനസാ സ്മരാമി ശ്രീരാമചന്ദ്ര ചരണോ വചസാ ഗൃഹാമി ശ്രീരാമചന്ദ്ര ചരണോ ശിരസാ നമാമി ശ്രീരാമചന്ദ്ര ചരണോ ശരണം പ്രപദ്യേ മാതാ രാമോ മത്പിതാ രാമചന്ദ്രഃ സ്വാമി രാമോ മത്സഖാ രാമചന്ദ്രഃ സർവസ്വം മേ രാമചന്ദ്രോ ദയാലുർനാന്യം ജാനേ നൈവ ജാനേ. ഏറെ നാളത്തെ ഭക്തരുടെ കാത്തിരിപ്പാണ് ഇന്ന് സാർത്ഥകമായത്. ഒരുപാട് കാലത്തെ ആളുകളുടെ ഒരു കാത്തിരിപ്പായിരുന്നു. 500 വർഷത്തെ കാത്തിരിപ്പാണ്. തീർച്ചയായും ഭാരതത്തിലെ ഹൈന്ദവ ജനതയെ സംബന്ധിച്ചുള്ള അഭിമാനകരമായ ഒരു മുഹൂർത്തമാണിത്.
500 വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം ശ്രീരാമനെ വീണ്ടും അയോധ്യയിലേക്ക് എത്തിക്കാനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ ചരിത്രമുള്ളൊരു ക്ഷേത്രമാണ് ഈ തളി ക്ഷേത്രവും. ഒന്നുമില്ലാത്തടത്തു നിന്നൊരു ക്ഷേത്രം 68 സമരത്തിൻ്റെ ഭാഗമായിട്ട്, കോടതിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു ക്ഷേത്രത്തിൻ്റെ പരിപാടികൾ ഇത്രയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കുന്നു കഴിയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെയും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വിശ്വാസമായിട്ട് കരുതുന്നു. അഭിമാനം തോന്നുന്നു ആ കാര്യത്തിൽ. माँ कौशल्या के राघव वही नाम जो माँ कौशल्या ने उन्हें दिया, उसी राघव को आप इस वक्त 5 वर्ष के बाल रूप में इस वक्त देख रहे हैं। अद्भुत शब्द निश्चित तौर से, और इन्हीं को वर्णन किया गया है कि नवकंज लोचन कंज मुख कंज पद कंजारुणम कंदर्प अगणित अमित छवि नव नील नीरद सुंदर पटपीठ मानव तड़ित रुच सुचि नव जनक सुतावरण। भक्तवत्सल के सामने भावलोहन प्रधानमंत्री नरेंद्र मोदी पुष्पांजलि अर्पित कर रहे हैं, श्रद्धांजलि अर्पित कर रहे हैं, जलांजलि अर्पित कर रहे हैं समूचे राष्ट्र की ओर से। और निश्चित तौर से इसी क्षण का इंतजार शताब्दियों അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തരുടെ വലിയ രീതിയിലുള്ള ഒരു സംഗമ ഭൂമിയായി മാറിയിരിക്കുന്നു. ഈ ചടങ്ങുകളുടെ ഭാഗമാകാൻ വലിയ രീതിയിൽ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. എന്തായാലും ഈ ഒരു മുഹൂർത്തത്തിൽ എന്താണ് ഭക്തർക്കൊക്കെ ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ പറയാനുള്ളത് എന്നതിനെക്കുറിച്ച് അറിയണം. നല്ല മുഹൂർത്തമാണ്, എന്താ പറയാനൊന്നുമില്ല. അതാത് സമുദായക്കാർ അതാതിൻ്റെ ആചാരങ്ങൾ നടത്തുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല അല്ലേ. വേറെ പ്രത്യേകം എന്തല്ലത്, ഓരോ സമൂഹത്തിനും ഓരോ കാര്യങ്ങളുണ്ട്, അതങ്ങനെ നടത്തി പോവുക. ലോകത്ത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണ്ടേ, ദൈവത്തിനോടല്ലേ പ്രാർത്ഥന നടത്തുക. അപ്പോൾ അതിനനുസരിച്ച് പോകുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ എന്തായാലും തുല്യമായി, ഇത് അത്ര ആഹ്ലാദിക്കേണ്ട വിഷയങ്ങളുമല്ല. ഇതിപ്പോൾ ആദ്യ കാലത്തിങ്ങനെ ഉള്ളതാണ്, അത് പുതിയതായി ഉണ്ടായതല്ലല്ലോ. അതിന് എത്ര ചരിത്രകാല പഴക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതങ്ങനെ ആ പൂർവ്വികർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നടത്തി പോകുന്നല്ലാതെ അതിൽ വലിയ പ്രത്യേകമായിട്ടുള്ള ഇതൊന്നുമില്ല. സന്തോഷം. എന്താണ് ഈ ഒരു ധന്യം? ഒന്നും പറയേണ്ട, ഭക്തി നിർഭരമാണ്. മനസ്സൊക്കെ വളരെ സന്തോഷിച്ച് വേറൊരു ചിന്തയില്ലാത്ത നല്ലൊരു സമയമാണ്. ഒരുപാട് സ്വപ്നം കണ്ടതാണ്, സാധിച്ചല്ലോ. സുഹൃതം, നമ്മുടെ ഈ തലമുറയുടെ സുഹൃതം. കഷ്ടപ്പെട്ടവർ വേറെ, പഴയ തലമുറ ഒരുപാട് പേര്, 76 യുദ്ധം, 7 ലക്ഷത്തിലധികം രക്തസാക്ഷികൾ, സരയുവിൻ്റെ വെള്ളത്തിലും മുലായം സിംഗിൻ്റെ തൂക്കിലും ഒക്കെ ഇരയായിട്ട് മരിച്ചു പോയിട്ട് എന്തായാലും 500 വർഷത്തിൻ്റെ ഉള്ളിൽ 496 വർഷത്തിൽ നമുക്കിങ്ങനെ ഒരു മനോഹര സൗധം പണിച്ച് രാംലല്ലയെ അവിടെ പൂജിക്കാനും ആരാധിക്കാനൊക്കെ ആയി. അവിടെ അതായത് രാഷ്ട്രത്തിനത് ഏറ്റവും നല്ല ശുഭകരമായിട്ടുള്ള നന്മ നിറഞ്ഞ ഒരു ഭാവിയായിരിക്കും രാജ്യത്തിനുണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷം. എന്തായാലും വലിയ ഭക്തിയിലും വിശ്വാസത്തിലും ഒക്കെ നിൽക്കുകയാണ് ഭക്തർ. എല്ലാവരും വലിയ രീതിയിലുള്ള ആഹ്ലാദത്തിലാണ്. ആഹ്ലാദം എന്നല്ല, ഭക്തി ആദരവിൻ്റെ ഒരു മുഹൂർത്തമാണ്. എല്ലാവരും ആ ഭക്തിയുടെ ഭാഗമാവുകയാണ്, ആ ചടങ്ങിൻ്റെ ഭാഗമാവുകയായിരുന്നു, ആ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമാവുകയായിരുന്നു. ഇങ്ങ് കേരളത്തിലും തളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മുഹൂർത്തത്തിൽ എന്താണ് ഈ അവസരത്തിൽ എന്താ വെച്ചാൽ വളരെ സന്തോഷമുണ്ട്. ശ്രീരാമനെ സ്വാമിയെ വന്ദിക്കുന്നത് വളരെ വിശേഷമുള്ള ദിവസമാണ് ശ്രീകളെന്ന് പറയുന്നത്. എന്താ നല്ലത്, വളരെ നല്ലത്, അത്ര തന്നെ. തീർച്ചയായും ഭക്തരൊക്കെ ഈ ഒരു ചടങ്ങുകളുടെ വലിയ ചടങ്ങുകൾക്ക് ഭാഗമാകാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഒക്കെയാണ്. എന്തായാലും അവിടെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഇങ്ങ് കേരളത്തിലും ആ ഒരു ചടങ്ങുകളുടെ ഭാഗമാവുകയായിരുന്നു ഭക്തർ. ആ ഒരു ഭക്തിയും പ്രൗഢവും നിറഞ്ഞ മുഹൂർത്തം ഹൃത്തിലേറ്റുന്ന കാഴ്ചയായിരുന്നു എങ്ങും കണ്ടത്. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യം ഉറ്റുനോക്കിയ, രാമഭക്തർ ഉറ്റുനോക്കിയ, വിശ്വാസികൾ ഉറ്റുനോക്കിയ അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിലെ ബാലരാമപ്രതിഷ്ഠ, പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു കഴിഞ്ഞു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്.
പൂന്താനം ഇടത്തുപുറ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ഹാളിൽ നടന്ന വിശ്വാസികളുടെ ആ ഒരു സംഗമം ആണ് ടുഡേ ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ വീക്ഷിക്കാനായിട്ട് വിവിധയിടങ്ങളിൽ വലിയ സ്ക്രീനുകൾ സജ്ജീകരിച്ച വിശ്വാസികൾ ഒത്തുചേർന്ന് ആ ഒരു മുഹൂർത്തത്തിൻ്റെ ഭാഗമാവുകയാണ്, ആ ധന്യ മുഹൂർത്തത്തിൻ്റെ ഭാഗമാവുകയാണ്. സ്ക്രീനിലൂടെ ആ അയോധ്യയിൽ നടക്കുന്ന ചടങ്ങുകൾ തത്സമയം വീക്ഷിക്കുകയാണ് രാമഭക്തർ. ഒപ്പം നാമം ചൊല്ലിക്കൊണ്ട് ഈ ചടങ്ങിൻ്റെ ഭാഗമാവുകയാണ് ഭക്തർ. പൂന്താനം ശ്രീകൃഷ്ണ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ടുഡേ ന്യൂസിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമ പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ കണ്ട് നിർവൃതി അടയുകയാണ് ഭക്തജനങ്ങൾ. ഭക്തരുറ്റുനോക്കിയ ശ്രീരാമ ഭക്തർ, ശ്രീരാമ പ്രജകൾ എല്ലാവരും ഉറ്റുനോക്കിയ ആ മുഹൂർത്തം, ധന്യമുഹൂർത്തം, ആ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. പൂന്താനം ഇടത്തുപുറ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. രാമനാമ ജപത്തോടു കൂടിയിട്ടാണ് ഈ ആളുകൾ ഈ ഒരു മുഹൂർത്തത്തെ ഏറ്റെടുക്കുന്നത്, ഈ ധന്യ മുഹൂർത്തത്തിൻ്റെ ഭാഗമാകുന്നത്. വിശ്വാസികൾ ഒന്നടങ്കം കാത്തിരുന്ന ഏറെ പ്രൗഢമായ അഭിമാനമുള്ള മുഹൂർത്തമാണ് വിശ്വാസികൾക്കിത്. രാമഭൂമിയിൽ രാമൻ തിരിച്ചെത്തിയ ദിവസമായി, വനവാസത്തിന് ശേഷം രാമൻ തിരിച്ചെത്തിയ ദിവസമായി കൊണ്ടാടുകയാണ് വിശ്വാസികൾ. രാമനാമ ജപത്തോടെ ഈ ചടങ്ങുകളെ ഏറ്റെടുത്തിരിക്കുകയാണ് വിശ്വാസികൾ. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ടുഡേ ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭക്തി നിർഭരമായ ചൈതന്യം തുളുമ്പുന്ന മുഹൂർത്തമാക്കി മാറ്റുകയാണ് വിശ്വാസികൾ ഈ ഒരു മുഹൂർത്തത്തെ. അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വലിയ സ്ക്രീനുകളിലൂടെ സാക്ഷ്യം വഹിക്കുകയാണ്. ആ ധന്യ മുഹൂർത്തത്തിൻ്റെ ഭാഗമാവുകയാണ് വിശ്വാസികൾ. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ടുഡേ ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ധന്യമുഹൂർത്തത്തിന് 12:28 ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് വിശ്വാസികൾ. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു കഴിഞ്ഞു. രാമനാമ ജപത്തോടെ ഇതിൻ്റെ ഭാഗമാവുകയാണ് വിശ്വാസികൾ. പൂന്താനം ശ്രീകൃഷ്ണ ഹാളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ശ്രീരാമനാമ ജപത്തോടെ ശ്രീരാമ ഭക്തരൊന്നടങ്കം ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്ന വളരെ ധന്യമായ പ്രൗഢമായ മുഹൂർത്തം, വലിയ മുഹൂർത്തം, കാത്തിരുന്ന മുഹൂർത്തം, രാജ്യമുറ്റുനോക്കിയ വിശ്വാസികൾ ഉറ്റുനോക്കിയ മുഹൂർത്തം. ആ മുഹൂർത്തത്തിലേക്ക് മിഴി തുറന്നു രാംലല്ല മിഴി തുറന്ന കാഴ്ച ഭക്തി ആദരപൂർവ്വം രാമനാമ ജപത്തോടെ ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമാവുകയാണ്. ഏറെ നാളായി രാജ്യം കാത്തിരുന്ന, വിശ്വാസികൾ കാത്തിരുന്ന മുഹൂർത്തമാണ് ഇപ്പോൾ ഇവിടെ ധന്യമുഹൂർത്തമാണ് ഇപ്പോൾ. ആ മുഹൂർത്തത്തിലേക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഭക്തർ. കൂപ്പുകൈകളോടെ രാമനാമ ജപത്തോടെ അതിൻ്റെ ഭാഗമാവുകയാണ്. ദീപം തെളിയിച്ച് ചടങ്ങുകൾ തുടക്കം കുറിക്കുകയാണ് ഇവിടെ. അവിടെ രാമപ്രതിഷ്ഠ നടക്കുമ്പോൾ, ബാലക രാമപ്രതിഷ്ഠ അയോധ്യ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ ഇവിടെ ദീപം എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. പാലൂർ തൈപ്പൂയ രഥോത്സവം 2024. പാലൂരിലിനി ഉത്സവ ദിനരാത്രങ്ങൾ ജനുവരി 18 മുതൽ 26 വരെ. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പുലാമന്തോൾ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. പാലൂർ തൈപ്പൂയ രഥോത്സവം 2024. പാലൂരിലിനി ഉത്സവ ദിനരാത്രങ്ങൾ ജനുവരി 18 മുതൽ 26 വരെ. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പുലാമന്തോൾ. സ്കൈ
മൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും.